ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ ആൻഡ് നോളജ് എംപ്ലോയീസിന് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ നീഡ്, അതുപോലെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെ തരം ട്രെയിനിങ് ആണുള്ളത്, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ട്രെയിനിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ് ഓർ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, ദെൻ ജോബ് ട്രെയിനിങ്, പ്രൊമോഷണൽ ട്രെയിനിങ്, സേഫ്റ്റി ട്രെയിനിങ്, ക്രാഫ്റ്റ് ട്രെയിനിങ്, റിഫ്രഷർ ട്രെയിനിങ് ആൻഡ് റെമഡിയൽ ട്രെയിനിങ്. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പേര് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാത്തിൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻഡക്ഷൻ ട്രെയിനിങ് ഓർ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പുതിയതായിട്ട് എംപ്ലോയി ചെയ്യപ്പെട്ടുള്ള എംപ്ലോയീസിനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഇൻഡക്ഷൻ അല്ലെ ഓറിയൻറ്റേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഓർ ഫെമിലറൈസിങ് ദ ന്യൂലി എംപ്ലോയിഡ് പേഴ്സൺസ് ടു ദി എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റ്, എക്സിസ്റ്റിംഗ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പരിപാടിയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസ് ആ ഒരു വർക്ക് പ്ലേസുമായിട്ടും അവരുടെ സൂപ്പർവൈസറുമായിട്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ആവാനും നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഈ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ പോസിബിൾ ആണ്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് ഓർ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ജോബ് ട്രെയിനിങ്. This type of training is given for increasing the job knowledge of employees. ഓക്കെ, അപ്പം നമ്മൾക്ക് ഒരു ജോബിലേക്ക് എംപ്ലോയി ചെയ്യപ്പെടുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യാനുള്ളത്, ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടി വരിക, ഈ ഒരു ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജോബ് ട്രെയിനിങ്ങിൽ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്, രണ്ട് മെത്തേഡ്സ് ആണ്. അത് നമ്മൾ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, ദെൻ പ്രൊമോഷണൽ ട്രെയിനിങ്. പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓഫ് ദ ഫേം ടു പ്രിപ്പയർ ദേ പെർഫോം ഹയർ ലെവൽ ജോബ്സ്. ഓക്കെ, അപ്പം നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സാധ്യതയൊക്കെയുള്ള ആൾക്കാർക്ക് പ്രൊമോഷന് വേണ്ടി നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യണം, ഹയർ ലെവൽ ഓഫ് ജോബ്സ് ആണ് ഇനി മുതൽ പെർഫോം ചെയ്യേണ്ടി വരിക. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ആ ഒരു പ്രൊമോഷണൽ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജോബിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു സ്കിൽ ആൻഡ് നോളജ് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടി വരുന്ന ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽ ആൻഡ് നോളജ് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോസസ്സാണ് പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സേഫ്റ്റി ട്രെയിനിങ്. സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വർക്ക് പ്ലേസ് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഉറപ്പുവരുത്താൻ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രീതി വേറെ ഇല്ല എന്നുള്ളതാണ്. അത് ഒരു വർക്കിലേക്ക് പോകുന്ന സമയത്ത് അത് എസ്പെഷ്യലി ആക്സിഡൻ്റൽ റേറ്റോ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയാസ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് സേഫ്റ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഒരു ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹസാർഡസ് സിറ്റുവേഷനോ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, പിന്നെ വർക്ക് ലെവൽ, വർക്ക് എൻവയോൺമെൻറ്റ്, ഒരു ഹെൽത്തി വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സേഫ്റ്റി പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനിങ് ആണ് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. അല്ലേ, പെട്ടെന്ന് ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ, മെഷീൻ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഒക്കെ ഏതൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കേണ്ടത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്രാഫ്റ്റ് ട്രെയിനിങ്. ട്രെയിനിങ് ഈസ് ഗിവൻ ടു എംപ്ലോയീസ് ഇൻ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ബൈ എൻ എക്സ്പീരിയൻസ്ഡ് ക്രാഫ്റ്റ് മാൻ. ചില സ്പെഷ്യലൈസ്ഡ് സ്കില്ലൊക്കെ വേണ്ടുന്ന അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയാസിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന തരം ട്രെയിനിങ്ങിനെയാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ലേണിംഗ് പീരീഡ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ CAക്കൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്രന്റീസ്ഷിപ്പിന് പോകണം എന്നുള്ളത്. അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിലായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ട്രെയിനിങ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലൊക്കെ വേണ്ടുന്ന കേസുകളിൽ, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു എന്താ പറയുക
ഇപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റ് ട്രെയിനിങ്ങിന് ലോക്കലായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വയറിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും അവർ അപ്രൻറ്റീസ് ആയിട്ട് പോകുന്നുണ്ടാവും അല്ലേ. അപ്രൻറ്റീസ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിലിമിലൊക്കെ. അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ നടത്തുന്ന ട്രെയിനിങ്ങിനെയാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചധികം കാലം ഇതിനെടുക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോൾ സേഫ്റ്റി ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു ടൈമേ നമുക്ക് ആവശ്യമായിട്ടുണ്ടാവുള്ളൂ. ബട്ട് ക്രാഫ്റ്റ് ട്രെയിനിങ്ങിന് ആസ് കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഇവിടെ കുറച്ചുകൂടെ അധികം സമയം എടുക്കും എന്നുള്ളതാണ്. ദെൻ റെമഡിയൽ ട്രെയിനിങ്. ദിസ് ട്രെയിനിങ് ഇസ് ഗിവൺ in order to overcome the shortcomings in the behavior and performance of all employees. റെമഡിയൽ ആണ്, അതായത് എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ടെങ്കിൽ എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് തെറ്റായ രീതിയിലൂടെയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളും അല്ല അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ട്, അവർ ചിലപ്പോൾ എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യം വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന രീതിയിൽ ഭയങ്കര കടുപ്പത്തിലൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതൊക്കെ ഷോർട്ട് കമ്മിങ്സ് ആണ്. അപ്പോൾ ആ ഒരു ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അതൊന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിഫ്രഷർ ട്രെയിനിങ്. റിഫ്രഷർ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ടെക്നോളജിക്കലായിട്ട് ഒക്കെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുമായിട്ടൊന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒക്കെ ഒരുപാട് ചേഞ്ചസ് എൻവയോൺമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ പാൻഡമിക്കിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ടെക്നോളജിക്കലി ഭയങ്കരമായിട്ടൊരു ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ടീച്ചിങ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും അല്ലെ സ്മാർട്ട് ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കൊറോണ സമയത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് എന്ത് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് കാര്യങ്ങളിൽ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ചേഞ്ചസ് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സമയത്ത് അതുമായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്ഡേറ്റഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെയൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് റിഫ്രഷർ ട്രെയിനിങ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് പറയും. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ അതിൻ്റെ എന്താ പറയുക, അത് ചെയ്യുന്ന രീതിനെ ബേസ് ചെയ്തിട്ടാണ് മെത്തേഡ്സ് എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഹൗ വി കണ്ടക്ട് ദ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. നമ്മൾ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്, ഏതൊക്കെ തരത്തിലാണ് ട്രെയിനിങ് ഉള്ളത് എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ടൈപ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ടൈപ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ മീൻസ് ഫസ്റ്റ് ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിന് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ദെൻ ജോബ് ട്രെയിനിങ്, അതിൽ മെയിനായിട്ടുള്ളത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. നമ്മൾ മെത്തേഡ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ പ്രൊമോഷണൽ ട്രെയിനിങ് ഉണ്ട്. പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യപ്പെടുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് പ്രൊമോഷണൽ ട്രെയിനിങ്. കാരണം അവരൊരു ഹയർ ലെവലിലുള്ള ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള സ്കിൽസും അതുപോലെ തന്നെ നോളജും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ കൊടുക്കുന്നതാണ് പ്രൊമോഷണൽ ട്രെയിനിങ്. ദെൻ സേഫ്റ്റി ട്രെയിനിങ്. സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിൽ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടി അതിനുള്ള പ്രിക്കോഷൻസ് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് സേഫ്റ്റി ട്രെയിനിങ്. ദെൻ ക്രാഫ്റ്റ് ട്രെയിനിങ്. ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലൊക്കെ എക്വയറി ചെയ്യേണ്ട സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അത്തരം ജോബുമായി റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് മാൻ്റെ കീഴിൽ കുറച്ച് കാലം അവരെന്ത് ചെയ്യുക, അപ്രൻറ്റീസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്നതിനെയാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് റെമഡിയൽ ട്രെയിനിങ്. റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു.